മാതാപിതാക്കളും അതുപോലെ വിദ്യാർത്ഥികളും അവരുടെ ഒത്തൊരുമയുടെ ഭാഗമാണ് ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് ഞാൻ ഓർക്കുകയാണ്. ഒരു കട്ടിലിൻ്റെ 4 കാലുകൾ പോലെയാണ് ഈ പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ. ഈ വിദ്യാലയത്തിലെ ഈ 4 ഘടകങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുന്നുവെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഈ വിദ്യാലയത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റിനെയും മറ്റ് സ്റ്റാഫ് അംഗങ്ങളെയും രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ഏറ്റവും സ്നേഹത്തോടെ ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുന്നു. അധ്യാപകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലേക്കും അക്കാഡമിക് മികവിലേക്കും വിദ്യാർത്ഥികളെ വളർത്തി വലുതാക്കുക എന്നതാണ്. മൂർച്ചയേറിയ ഒരു ആയുധം ഉപയോഗമുള്ളതുപോലെയാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക് മികവ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് എപ്രകാരം ഉപയോഗിക്കണമെന്നത് അത് ഉപയോഗിക്കുന്നവൻ്റെ മനോധർമ്മത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അക്കാഡമിക് മികവ് ഏറെ പ്രാധാന്യമുള്ളതാണെങ്കിലും അതിലും പ്രാധാന്യമർഹിക്കുന്നതാണ് വ്യക്തി വെച്ച് പുലർത്തുന്ന മൂല്യങ്ങൾ. അതിനാൽ ഒരു അധ്യാപകൻ്റെ ഏറ്റവും പ്രധാന ചുമതല വിദ്യാർത്ഥികളുടെ സ്വഭാവ രീതി മൂല്യങ്ങളിൽ ഉറപ്പിച്ച് വളർത്തിയെടുക്കുക എന്നതാണ്. പ്രിയപ്പെട്ട സിസ്റ്റർ കൃപാട്ടോം, സിബി ടീച്ചർ, ജോയ്സി ടീച്ചർ, നിങ്ങൾ ഓരോരുത്തരും രാഷ്ട്രത്തിന് ഉപകാരമുള്ളവരും പ്രവർത്തനക്ഷമരുമായ പൗരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുവാൻ കഠിനാധ്വാനം കാഴ്ചവെച്ചവരാണ്. സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തി നിങ്ങൾ ഈ വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദിയോടെ സ്നേഹത്തോടെ നന്മ നിറഞ്ഞ ആശംസകൾ നേരുന്നു. ജീവനുള്ള ഒരു യഥാർത്ഥ അധ്യാപകൻ അരികിലുണ്ടെങ്കിൽ ജീവനില്ലാത്ത പുസ്തകങ്ങൾക്ക് എന്ത് മൂല്യമാണുള്ളത്? ഏതോ ഒരു ചിന്തകൻ എഴുതി വെച്ച വാക്കുകളാണിത്. 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ജിഷ ടീച്ചർ 4ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് കടന്നു വന്ന തൻ്റെ കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, നിങ്ങളെല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ്. നിങ്ങളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ടീച്ചർ അത് പറഞ്ഞതിന് ശേഷം അവരുടെ മുഖത്ത് നോക്കി അവരുടെ പ്രതികരണം ശ്രദ്ധിച്ചു. എല്ലാവരും തന്നെ വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷേ ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ജോൺ എന്ന കുട്ടി മാത്രം വളരെ ദുഃഖത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. ആദ്യമായി ക്ലാസ്സിൽ വന്ന എല്ലാ കുട്ടികളും പുതിയ ബാഗും പുതിയ ഉടുപ്പും പുതിയ കൊടയുമെല്ലാം ധരിച്ച് കടന്നു വന്നപ്പോൾ ഈ മകൻ മാത്രം മുഷിഞ്ഞ ഒരു വസ്ത്രവുമായി വളരെ ദുഃഖിച്ച് ഇരിക്കുന്നത് ടീച്ചർ കണ്ടു. ടീച്ചർ അവനെ ശ്രദ്ധിച്ചുവെങ്കിലും വ്യക്തിപരമായി അവനെ ശ്രദ്ധിക്കാനൊന്നും ടീച്ചർ ശ്രമിച്ചില്ല. വീണ്ടും മാസങ്ങൾ കടന്നുപോയി. പരീക്ഷയെല്ലാം കഴിഞ്ഞു. പരീക്ഷയുടെ റിസൾട്ട് വന്നു. എല്ലാ കുട്ടികളും നല്ല മാർക്ക് വാങ്ങിച്ചു. ജോണിന് മാത്രം എല്ലാ വിഷയത്തിലും 0 മാർക്കാണ് കിട്ടിയത്. ഇത് കണ്ട ഹെഡ് മാസ്റ്റർ ജിഷ ടീച്ചറെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് ഈ കുട്ടിക്ക് പറ്റിയതെന്ന്. ജിഷ ടീച്ചറിന് ഒന്നിനും ഉത്തരം പറയാനായില്ല. സാർ പറഞ്ഞു, അവൻ്റെ ആദ്യകാല ക്ലാസ്സുകളുടെ റിപ്പോർട്ടൊന്ന് പരിശോധിക്കുവാൻ. ടീച്ചർ അതനുസരിച്ച് 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും റിപ്പോർട്ട് പരിശോധിച്ചു. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ജോണിന് നല്ല മാർക്കുണ്ട്. ക്ലാസ്സിലെ മിടുക്കനായിരുന്നു. 3ാം ക്ലാസ്സിലെ റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ അവൻ്റെ മാർക്ക് വളരെ കുറഞ്ഞു പോയി. കാരണം അതിൽ എഴുതി വച്ചിട്ടുണ്ട്, അവൻ്റെ അമ്മയ്ക്ക് തലയിൽ ക്യാൻസറാണെന്ന്. വീണ്ടും 4ാം ക്ലാസ്സിലേക്ക് അവൻ കടന്നു വന്നപ്പോൾ വീണ്ടും അവൻ്റെ പഠനരംഗം വളരെ മോശമായി പോയി. കാരണം എഴുതി വെച്ചു, അവൻ്റെ അമ്മ മരിച്ചു, അവനെ ശ്രദ്ധിക്കുവാൻ ആരുമില്ല, അതുകൊണ്ട് അവൻ വളരെ വേദനയോടുകൂടി നടക്കുന്ന ഒരു മകനാണെന്ന്. ഇത് കേട്ട ജിഷ ടീച്ചർ അവനെ കൂടുതലായി ശ്രദ്ധിക്കുവാനും അവൻ്റെ കാര്യങ്ങൾ പരിഗണിക്കുവാനും തുടങ്ങി. അവൻ ക്ലാസ്സിൽ പഠിക്കുവാൻ ആരംഭിച്ചു. ഒരു ക്രിസ്മസ് ദിനത്തിൽ
എല്ലാ കുട്ടികളും ടീച്ചറിന് ഒരുപാട് സമ്മാനങ്ങളുമായി മേശപ്പുറത്ത് വന്നു. എല്ലാം നല്ല കളർഫുൾ പേപ്പറിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന സമ്മാനങ്ങൾ, നല്ല സമ്മാനങ്ങൾ. ജോൺ മാത്രം ഒരു ന്യൂസ് പേപ്പറിൽ ഒരു സമ്മാനവുമായി കടന്നെത്തി. ടീച്ചർ അത് കണ്ട് ആ പൊതി അഴിച്ച് അതിൽ കണ്ട ബ്രേസ്ലെറ്റ് ടീച്ചറിൻ്റെ കയ്യിലണിഞ്ഞുകൊണ്ട് ഈ മകനെ വിളിച്ചു. ഈ മകനെ അടുത്ത് വിളിച്ചുകൊണ്ട് ടീച്ചർ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു ജോണിൻ്റെ സമ്മാനം. അപ്പോൾ ജോൺ ടീച്ചറുടെ കൈ പിടിച്ച് പറഞ്ഞു, ഇപ്പോൾ ടീച്ചർക്ക് എൻ്റെ അമ്മയുടെ മണമുണ്ടെന്ന്. തുടർന്ന് അവൻ 5ാം ക്ലാസ് പഠിച്ച് മിടുക്കനായി മറ്റൊരു വിദ്യാലയത്തിലേക്ക് മാറിപ്പോയി. മറ്റൊരു വിദ്യാലയത്തിൽ ചെന്ന ജോൺ പലപ്പോഴും ജിഷ ടീച്ചർക്ക് എഴുത്തെഴുതുമായിരുന്നു. ജിഷ ടീച്ചർ ഇവൻ്റെ എഴുത്ത് ഒരുപാട് സന്തോഷത്തോടെ വായിക്കുമായിരുന്നു. ഇവൻ എന്നും എഴുതുമ്പോൾ ടീച്ചർക്ക് ടീച്ചറോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ടീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു അധ്യാപികയാണെന്ന്. കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ടീച്ചർക്കൊരു കത്ത് വന്നു. അത് ഇങ്ങനെയായിരുന്നു: ടീച്ചർ, എൻ്റെ പഠനമെല്ലാം അവസാനിച്ചു. ഇന്ന് ഞാൻ ഒരു ഡോക്ടറാണ്. എൻ്റെ വിവാഹവും നിശ്ചയിച്ചു. അതുകൊണ്ട് ടീച്ചർ എൻ്റെ വിവാഹത്തിന് എന്നെ അനുഗ്രഹിക്കാൻ കടന്നു വരണം. ടീച്ചർ ജോണിൻ്റെ ഈ കത്ത് കണ്ടതിന് ശേഷം ഏറ്റവും സ്നേഹത്തോടെ അവൻ്റെ വിവാഹത്തിനായി കടന്നു ചെന്നപ്പോൾ വിവാഹ പന്തലിൽ നിറയെ ആളുകളായിരുന്നു. അപ്പോൾ പിന്നിൽ കിട്ടിയ ഒരു സീറ്റിൽ ആ ടീച്ചർ ഇരുന്നു. അപ്പോഴേക്കും കുറച്ച് പേര് ഓടി വന്ന് ഈ ടീച്ചറെ കൊണ്ടുപോയി മുന്നിലെ ആകെ ഒരു സീറ്റുണ്ടായിരുന്നു, അതിലിരുത്തി. ആ സീറ്റിൽ ഒരു വാചകം എഴുതി വച്ചിരുന്നു, മൈ മദർ എന്ന്. ആ സീറ്റിലാണ് ആ ടീച്ചർ ഇരുന്നത്. അത് കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നും ഈ ജോണിൻ്റെ ഭാര്യയും കടന്നു വന്ന് ടീച്ചറിൻ്റെ പാദങ്ങൾ നമിച്ചു. അതിനുശേഷം ജോണിൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ ടീച്ചറാണ് എന്നെ ഇത്രമാത്രം വളർത്തിയതും വലുതാക്കിയതും. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ജോണാണ് എന്നൊരു നല്ല അധ്യാപികയാകാൻ പഠിപ്പിച്ചതെന്ന്. തീർച്ചയായും നമ്മൾ പറഞ്ഞ ആദ്യ വാക്കുകളുണ്ടല്ലോ, ജീവനുള്ള ഒരു യഥാർത്ഥ അധ്യാപകൻ അരികിലുണ്ടെങ്കിൽ ജീവനില്ലാത്ത പുസ്തകങ്ങൾക്ക് എന്ത് മൂല്യമാണുള്ളത്. തീർച്ചയായും ഈ ടീച്ചർ ചെയ്തത് നമ്മുടെ ജോണിൻ്റെ അരികിലിരുന്ന് സൂക്ഷ്മതയോടെ അവനെ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയപ്പോൾ ജോണിൻ്റെ ജീവിതം ഒരു അത്ഭുതമായി മാറുകയാണ്. നമ്മുടെ സ്നേഹമുള്ള റിട്ടയർ ചെയ്യുന്ന നമ്മുടെ പ്രധാനപ്പെട്ട അധ്യാപകരിൽ 3 പേരും ഈ വലിയൊരു സാമീപ്യവും സാന്നിധ്യവും കൊച്ചുമക്കൾക്ക് കൊടുത്ത് വളർന്നവരാണ്. അധ്യാപനം ഏറെ വിലമതിക്കപ്പെടുന്ന, സമൂഹം അംഗീകരിക്കപ്പെടുന്ന ഒരു ജോലിയാണ്. ഒരു വിദ്യാർത്ഥി എത്ര ഉന്നത നിലയിലുള്ള ജോലിയിലാണെങ്കിലും തൻ്റെ അധ്യാപകനെ കാണുമ്പോൾ ടീച്ചർ എന്നാണ് അഭിസംബോധന ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ ജോലികളെക്കാളും ഈ ജോലിക്ക് അതിൻ്റേതായ ഒരു മഹത്വവും ശ്രേഷ്ഠതയുമുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെയാണ് സമഗ്ര വ്യക്തിത്വത്തിലേക്ക് ഒരു വ്യക്തി വളരുന്നത്. തൻ്റെ വിദ്യാർത്ഥികൾ തങ്ങളെക്കാൾ വലിയവരാകണം എന്ന ആഗ്രഹത്തോടെ സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിമറിച്ച് വളരെ ത്യാഗത്തോടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നീണ്ട വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്തവരാണ് ഇന്ന് വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കൾക്കും വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങളുടെ സന്യാസിനി സമൂഹ സ്ഥാപക വിശുദ്ധ മറിയം ത്രേസ്യ പറയുന്നു, എല്ലാ അറിവിനേക്കാളും വലിയ അറിവ് ദൈവത്തെ സംബന്ധിച്ചതാണ്. ദൈവ അറിവ് പകർന്നു കൊടുക്കേണ്ട പ്രധാന ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ സുഭാഷിത വചനങ്ങളിൽ പറയുന്നുണ്ട്, പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ ശാസിക്കുന്നു, വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. മെരുക്കാത്ത കുതിര ശാഠ്യം കാണിക്കും, ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. ആദർശയോഗ്യമായ ഒരു സമൂഹത്തിനും മൂല്യബോധങ്ങളുടെ വിളനിലമായ ഒരു കുടുംബത്തിനും ആവശ്യമായ സദ്ഗുണങ്ങൾ അഭ്യസിപ്പിക്കുന്ന പ്രഥമ പാഠശാലയാണ് കുടുംബം. അതിൻ്റെ അടിത്തറ സനാതന മൂല്യങ്ങളാകുന്ന പാറമേൽ പണിയപ്പെടണം. കാറ്റും പേമാരിയും അതിനെ തകർക്കുകയില്ല. അങ്ങനെ ജീവിത പ്രതിസന്ധികളെ നേരിടാൻ മക്കളെ പഠിപ്പിക്കണം. മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിലേക്കും ദൈവവിശ്വാസത്തിലേക്കും വിദ്യാർത്ഥികളെ വളർത്തി വലുതാക്കി ഈ സേവന രംഗത്ത് നിന്നും വിടവാങ്ങുന്ന
പ്രിയപ്പെട്ട സിസ്റ്റർ കൃപാട്ടോം, സിബി ടീച്ചർ, ജോയ്സി ടീച്ചർ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നന്മയും ഭാവുകങ്ങളും ആശംസിക്കുന്നു. തുടർന്നുള്ള നിങ്ങളുടെ ജീവിതം ഇനിയും ഭാവി തലമുറയ്ക്ക് അനുഗ്രഹവും പ്രചോദനവുമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. Thank you, sister, for the courage, time, and effort put into preparing and executing the speech. Looking forward to hearing you speak again. Thank you, sister, for giving your time. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളും സ്റ്റേജിൻ്റെ മുൻനിരയിലേക്ക് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.